ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ. ഇതിലേക്ക് ആദ്യം നമ്മൾ 1 കിലോ സെല്ല ബസ്മതി റൈസ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം, ഒരു അരമണിക്കൂർ. ഈ സമയം നമുക്ക് ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കണം. ആദ്യം നമുക്കൊരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 3 പട്ട, 10 ഏലക്ക, 8 ഗ്രാമ്പു, 2 ടീസ്പൂൺ നല്ല ജീരകം, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇടാം. ഇനി ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ ഓയിലും കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഇനി ഇത് ചിക്കനിലേക്ക് തേച്ചിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാക്ക് മാഗി ക്യൂബ്, അതിൽ 2 എണ്ണം ഉണ്ടാവും, അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട് നമുക്കതിലേക്ക് ഒരു സവാളയും ഒരു ക്യാപ്സിക്കം കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ അടുത്ത് ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പിൽ നമുക്ക് 3/4 വെള്ളം എടുക്കണം. നമുക്ക് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എത്ര വെള്ളം വെച്ചാലും കുഴപ്പമില്ല. 3/4 വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരു മാഗി ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു പാക്ക് എടുക്കണം കേട്ടോ. അതിൽ 2 പീസ് ഉണ്ടാവും, അത് 2 ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 6 ഗ്രാമ്പു, 15 കുരുമുളക്, 5 ഏലക്ക എന്നിവ കൂടി ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അരി അരമണിക്കൂറായിട്ടോ. ഇനി നമുക്കിത് വാർത്ത് വെക്കണം. എന്നിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ചിക്കനിൽ നിന്ന് വന്ന വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ കേട്ടോ. അധികം വറ്റണ്ട, ഇത്തിരി ഒരു ഗ്രേവി ഉണ്ടായിക്കോട്ടെ. അരി തിളയ്ക്കുന്ന ടൈം കൊണ്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഒരു കോഴിമുട്ട, 3 ഗാർലിക്കിൻ്റെ അല്ലി, 1 സ്പൂൺ വിനാഗിരി, 1 സ്പൂൺ തൈര് വേണമെങ്കിൽ ചേർത്താൽ മതി, പിന്നെ 1/2 കപ്പ് ഓയിൽ, പിന്നെ കുറച്ച് ഉപ്പും. ഓയിൽ ഉണ്ടെങ്കിൽ അതൊന്ന് തിക്കായിട്ട് വരും കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള മയോണൈസ് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒരു 1/2 കപ്പെങ്കിലും വേണം. ഞാൻ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് നിർത്തി അടിച്ചിട്ടാൽ മതി കേട്ടോ. നല്ല ഇത് കണ്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള മയോണൈസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വെന്തോട്ടെ കേട്ടോ. നമ്മുടെ മന്തിയിലേക്കുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലോട്ട് കുറേശ്ശെയായിട്ട് ഈ റൈസ് ഇട്ട് കൊടുക്കണം. ഇതിന് മുകളിൽ കളർ ചേർക്കണം എന്നുണ്ടെങ്കിൽ റെഡ് കളറും ഓറഞ്ച് കളറും യെല്ലോ കളറൊക്കെ ആക്കിയിട്ട് വര പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നല്ല സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചിരട്ടയാണ് കേട്ടോ ഞാൻ കത്തിച്ച് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ചോറിൻ്റെ മുകളിലായിട്ട് നടുവിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റോ ബൗളോ വെച്ചിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ കത്തിച്ച് വെച്ച ചിരട്ട വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടി ആഡ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഞാനൊരു പച്ചമുളക് കൂടി അതിൻ്റെ ഉള്ളിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.